വിചാരിച്ചിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് നല്ല പോവാന്ന് വിചാരിച്ചു. അപ്പോൾ ഏതായാലും ഫുഡ് കഴിച്ചിട്ട് ബാക്കി നമുക്ക് അങ്ങോട്ടേക്ക് പോകുന്നതാണ്. അപ്പോൾ ഫുഡും നിസ്കാരവും എല്ലാം കഴിഞ്ഞു. നമ്മൾ ബ്ലൂ ലേക്ക് ഫാമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പാർക്കിങ്ങും സൗകര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഉള്ളിലേക്ക് നമ്മൾ കടക്കുകയാണ്. നല്ലൊരു അന്തരീക്ഷമായിരുന്നു. നല്ല പച്ചപ്പും ആ ഒരു ക്ലൈമറ്റും ഒക്കെ നല്ലൊരു തണുപ്പൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ കുറേ ഫ്രൂട്ടും വെജിറ്റബിൾസും നമ്മൾ കണ്ണിന് കുളിർമയേക്കാന്നൊക്കെ പറയില്ല, ആ ഒരു രീതിയിൽ തന്നെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇത് ശരിക്കും ഞാൻ ആദ്യം വിചാരിച്ചു കാടാണ്. അപ്പോൾ രണ്ടാമത് കരിമ്പിൻ തോട്ടാന്ന് മനസ്സിലായാലും വന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ആസ്വദിച്ചു. ഇപ്പോൾ സൂര്യകാന്തി ആയാലും പലതരം ഫ്ലവേഴ്സ് നമ്മൾ കാണാത്തതും പിന്നെ സൈക്കിളും ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇത് വെജിറ്റബിൾസിൻ്റെ ഓരോരോ ഭാഗങ്ങളാണ്. ഇവിടുന്ന് നമുക്ക് കാണാനാണെങ്കിൽ കുറേ കാണാനുണ്ട്, പിന്നെ കുറേ നടക്കാനുണ്ട്. നമ്മൾ ഓരോ ഭാഗവും നമുക്ക് ഇഷ്ടമുള്ള ഭാഗമായിട്ട് കാണുക, നടക്കുക, ആസ്വദിക്കുക, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയ ഫുഡ് കോർട്ടും അതിൻ്റെ മുകളിലായിട്ട് മുന്തിരി വള്ളികളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. മുന്തിരിയൊന്നും മുഴുവനായിട്ട് ഉണ്ടായിട്ടില്ല, ചെറുതായിട്ട് ഉണ്ടായതും ഇതാ ഈ ഒരു പച്ച കളറിലാണ് ഉണ്ടായത്, അതായത് ഫുള്ളായിട്ട് ഉണ്ടായിട്ടില്ല. പിന്നെ ഇതാ വെജിറ്റബിൾസും കുറേ തരം, അതായത് നമ്മൾ ആവശ്യത്തിനുള്ള വെജിറ്റബിൾസൊക്കെ ഇവിടുന്ന് വാങ്ങാം. അലവേര അങ്ങനെ എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല, കാരണം അത്രയും ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ടും പിന്നെ ഓരോന്നിൻ്റെ ചെടികളുടെ ഒക്കെ ആ ഒരു എസൻസ് ആയാലും പലതരം എന്തൊക്കെയോ സംഗതികളുണ്ട്, നമുക്കറിയാത്തതും അറിയുന്നതും എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാം കൂടിയായിട്ട് നമുക്ക് ടൈമും മതിയായില്ല കാണാൻ. അപ്പോൾ ഇവർ ഇവിടുന്ന് തോട്ടത്തിൽ നിന്ന് പറിച്ച സാധനങ്ങൾ ഫ്രഷ് ആയിട്ട് തന്നെ ഇവിടെ ഇങ്ങനെ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വാങ്ങാം. ഓരോന്നിൻ്റെ എണ്ണത്തിനനുസരിച്ച് അവർ ആ ഒരു പൈസ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് നമുക്ക് എടുക്കാം. പിന്നെ ഇതൊക്കെ ഫ്ലവേഴ്സാണ്, നമുക്ക് വാങ്ങാൻ പറ്റിയ ഒറിജിനൽ ഫ്ലവേഴ്സ് തന്നെ. പിന്നെ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ ഒരു ചെറിയൊരു പാത്രം, അതായത് ഒരു ബോക്സ് കിട്ടും ചെറിയൊരു സൈസിലുള്ളത്, അതിൽ നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ട് എടുക്കാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 3 KD കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബോക്സ് തരും. എന്നിട്ട് അതിൽ എത്രത്തോളം വെജിറ്റബിൾസ് കൊള്ളും അത് നമ്മൾ ഇതിൽ നിന്ന് എടുക്കാം. ഇവിടെ തക്കാളി, കുക്കുംബർ, പിന്നെ പച്ചമുളക്, അങ്ങനത്തെ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട്. അത് നമുക്കിങ്ങനെ വെട്ടി എടുക്കാം. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ ഒരു ബോക്സ് വാങ്ങിയിട്ട് അതിൽ മാക്സിമം നിറക്കാൻ പറ്റുമൊക്കെ നിറച്ചു. എന്നിട്ടിത് ബില്ലാക്കി. നല്ല രസമായിരുന്നു ശരിക്കും, കാരണം ഓരോരുത്തരെയും കുറേ ഇങ്ങനെ വെച്ചിട്ട് വീഴാനൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ ചിലരുണ്ട് ചിരിക്കുന്ന അവിടുന്ന്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ്. അതിനുശേഷം നമ്മൾ അതൊക്കെ കഴിഞ്ഞു. ഉച്ചക്കത്തെ ഫുഡാണിത്. അപ്പോൾ ഫുഡ് കഴിച്ചു. ശരിക്കും പറഞ്ഞാൽ മതിയായിട്ടില്ലായിരുന്നു. പിന്നെ നമുക്ക് വേറെ കുറച്ച് സ്ഥലങ്ങൾ പോകാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു, ബൈ.